ഏതായാലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ചെറിയ ഡിഷിൽ ഒരുപാട് ചാനലുകൾ 40-ലും 42-ലൊക്കെ കിട്ടുന്നു എന്നുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. എന്തായാലും ഇന്നതിൻ്റെ യാഥാർത്ഥ്യം നോക്കാമെന്ന് വെച്ചു. കാരണം ഞാനത് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 42 ഫൈൻ ട്യൂൺ ചെയ്തതാണ്. ഇപ്പോൾ 2-ലും കിട്ടുന്ന രീതിയിൽ ഡിഷ് വെച്ചു. ഫ്രീസാറ്റിലുണ്ടായ സ്ലോട്ടിലാണ് ഈ മലയാളം ചാനലുകൾ വന്നത്. ഇന്നലെ 12 ചാനലുകൾ ടോട്ടൽ വന്നിട്ടുണ്ട്. നിലവിൽ ഫ്രീസാറ്റിൻ്റെ അപ്ഡേറ്റ് നോക്കുമ്പോൾ അതിൽ അവരുടെ പഴയ ഇത് തന്നെയാണ്. കാരണം 95-ൽ നിന്ന് അവർ മാറുമ്പോഴുള്ള അത് തന്നെയാണ് അപ്ഡേഷൻ കാണിക്കുന്നത്. എന്നാൽ പുതിയ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. കൂടാതെ ഇതൊക്കെ ഫ്രീ വ്യൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഫ്രീ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിസീവർ മാത്രം വാങ്ങിച്ചാൽ നമുക്കതിനകത്ത് എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ പൈസയൊന്നും കൊടുക്കാതെ കാണാം. ഏകദേശം അതിന് വില 3500-400 ഇടയിലാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ശ്രീലങ്കൻ രൂപ ഇന്ത്യൻ രൂപയുടെ 3 മടങ്ങ് അധികമാണ്. 40 ഡിഗ്രി ട്രാക്ക് ചെയ്യുമ്പോഴുള്ള കാര്യം. ഇത് മുമ്പേ ഉണ്ടായിരുന്നു. കാരണം 40 പുതിയ ഫ്രീക്വൻസിയിൽ 42-ലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചാനൽ സ്ലോട്ട് മാത്രമുണ്ട്. അവർ ഫെബ്രുവരി മാസത്ത് മുതൽ ജനുവരി ഇത്രാം തീയതി ശ്രീലങ്കൻ ഭാഷയാണ് 24 മുതൽ എങ്ങാനും മാറുന്നതെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. 1-50 ചാനലുകൾ മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ആദ്യം 4 മലയാളം ചാനൽ വന്നു. പിന്നീട് ഇതേ ഫ്രീക്വൻസിയിൽ പിന്നെയും 4 വന്നു. പിന്നെയും 4 ടെസ്റ്റ് വന്നു. അതായത് ഇന്റൽസാറ്റ് 17-ൽ നമുക്ക് ലഭ്യമാകുന്ന ചാനലുകൾ അത് കുറേ എണ്ണം HD ഫോർമാറ്റിലും കുറേ എണ്ണം HEVC ഫോർമാറ്റിലും കുറച്ചെണ്ണം HEVC S2X ഫോർമാറ്റിലാണ് ലഭ്യമാകുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന റിസീവർ ഉപയോഗിച്ചാൽ കിട്ടുമായിരിക്കും. അല്ല, ഇതൊക്കെ ആർക്കും സൗജന്യമായിട്ട് കൊടുക്കാവുന്ന സാധനങ്ങളല്ല. കാരണം ഇത് ഒരു ആവേശത്തിൽ നമ്മൾ ചെയ്തു പിടിക്കുന്നു എന്ന് മാത്രം എത്ര കാലം അവിടെ കൊടുക്കുന്നു ലഭ്യമാവുന്നു എന്ന് പറയാൻ പറ്റൂല. ഈ ഫ്രീക്വൻസി 12,521 30,000-ൽ അൽജസീറയും NHKയും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. TBS2X HD ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. റിസീവർ ഒരു വൺ ടൈം റീചാർജ് എന്നില്ല, വൺ ടൈം പ്രൈസ് എന്നേ ഉള്ളൂ. അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഐക്കാസ് സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ പെയ്ഡ് വെർഷൻ. ഐക്കാസ് എന്ന് പറയുന്നത് പണ്ട് ദൂരദർശൻ DTH ഇതുപോലെ ഐക്കാസിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ അത് മാറാതെ പോയി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ വലിയ കാര്യമില്ല, ഇതിൻ്റെ പ്രകാരം നടന്നിട്ട് കാര്യമില്ല. എന്തായാലും അവർ സ്ക്രാമ്പിൾഡ് ആക്കും. ഫ്രീസാറ്റിൻ്റെ ഭാഗമാണെങ്കിൽ എന്തായാലും അവർ സ്ക്രാമ്പിൾഡ് ആക്കും, പേ ആക്കും. പ്രത്യേകത പറഞ്ഞാൽ നല്ല ഓഡിയോ ഉണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ മലയാളം ചാനലുകൾ സാറ്റലൈറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി അല്ല, ഓഡിയോ ക്വാളിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. DVB S2X അതുപോലെ ഈ പറഞ്ഞ HEVC ഫോർമാറ്റിലൊക്കെ ആകുമ്പോൾ ഓഡിയോ കംപ്രഷൻ റേറ്റ് കുറയുന്നത് കൊണ്ടായിരിക്കാം. VTPയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ 12 മലയാളം ചാനലുകളാണ്. ഇപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്തതാണ്. സിഗ്നലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. 40 ഡിഗ്രിയാണ് ഫൈൻ ട്യൂൺ വെച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ നോക്കാം നമുക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരിക്കലും സൗജന്യമായിട്ട് ആർക്കും തരാനൊന്നും സാധ്യതയില്ല. കുറച്ച് കാലത്തേക്ക് സൗജന്യമായിട്ട് കിട്ടും, പിന്നെ മെല്ലെ മെല്ലെ സ്ക്രാമ്പിൾഡ് ആക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നോക്കിയാൽ നമുക്ക് കാണുന്നത് ഇന്റൽസാറ്റ് 17-ൽ നമുക്ക് ലഭിക്കുന്ന മലയാളം ചാനലുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ പുതിയതൊന്നും ഇതിനകത്ത് ഇല്ല. 83-ലെ മനോരമയൊന്നുമില്ല. അതുപോലെ 83-ൽ ലഭിക്കുന്ന വേറെ ചാനലുകളൊന്നും ഇതിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും ചാനൽ ചാർട്ടിലെ ഫ്രീക്വൻസികൾ നമുക്ക് ഇടാം. ഇത് ലിങ്ക്സാറ്റിൽ നോക്കുന്നതാണ്. ലിങ്ക്സാറ്റിൽ ഇതാ അപ്ഡേഷൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. HEVC HD എന്നൊക്കെയാണ് വന്നിട്ടുണ്ട്. നല്ല ബോക്സുകൾ ഉപയോഗിക്കണം കിട്ടണമെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ബോക്സുകൾ ഉപയോഗിക്കണം. എന്ന് മാത്രമല്ല ഫ്ലൈസാറ്റിലും ഇതേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ചാനൽ സ്ലോട്ട് കാണിക്കുന്നില്ല, പോയ സ്ലോട്ട് മാത്രമാണ് കാണിക്കുന്നത്. അവിടെ DVB S2X HEVC HD ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ലോട്ടിലാണ് വന്നത്. HD അല്ല, HEVC SD. പക്ഷേ അവിടെ S2X ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട് എല്ലാവർക്കും. നമസ്കാരം. എല്ലാവരുടെ അപ്ഡേറ്റ്സുകൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.